എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മൾ ഇന്നും ഒരു ഇയറിംഗ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് തുടങ്ങിയാലോ? ഈ ഒരു കമ്മൽ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു 3 സ്റ്റോണും കുറച്ച് സ്റ്റോണിൻ്റെ ചെയിനും മാത്രം മതി. അപ്പോൾ നമ്മളൊരു 3 സ്റ്റോൺ എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ 3 നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ച് ഒരു പൂ പോലെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ സ്റ്റോൺ ചെയിൻ എടുക്കണം. ചെയിൻ നമ്മൾ 3 ലെയറായിട്ടാണ് ഹാങ് ചെയ്യുന്നത്. 3 ലെയറിനും 3 നീളത്തിലാണ് ചെയ്യുന്നത്. ഹാങ്ങിങ് നമ്മൾ 3 ലെങ്ത്തിലാണ് കൊടുക്കുന്നത്. സെൻറ്ററിൽ കൊടുക്കുന്നതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലെങ്ത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ സെൻറ്ററിൽ 15 സ്റ്റോൺസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 5 സ്റ്റോൺസും റൈറ്റ് സൈഡിൽ 10 സ്റ്റോൺസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ആദ്യം കട്ട് ചെയ്ത ചെയിൻ നമ്മൾ ഒരു സൈഡിലുള്ള സ്റ്റോണിനകത്തൂടെയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. പിന്നെ ബാക്കി ഭാഗം നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ഇട്ടേക്കുക. നമ്മൾ അവിടെ ഒട്ടിക്കത്തില്ല. ജസ്റ്റ് ആ ഒരു സ്റ്റോണിൻ്റെ സൈസിൽ മാത്രം സ്റ്റോണിൻ്റെ ബാക്ക് വരെ നമ്മൾ ഒട്ടിക്കും. അതേപോലെ അടുത്ത സൈഡിലിരിക്കുന്ന സ്റ്റോണിനകത്ത് ഒട്ടിക്കും. ഇപ്പോൾ നമ്മൾ 2 സൈഡ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത 3ാമത്തെ ലെയർ ചെയ്യുന്നത് സെൻറ്ററിലാണ്. ഈ 3 സ്റ്റോണിൻ്റെ സെൻറ്ററിൽ നിന്ന് താപ്പോട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ 3 ലെയറും ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു ഇയറിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന് നമ്മൾ ഉണങ്ങാനായിട്ട് വെക്കണം. ഒരു 4-5-6 മണിക്കൂർ മിനിമം വെച്ചേക്കണം, എന്നാലേ നല്ല രീതിക്ക് ഉണങ്ങത്തുള്ളൂ. അപ്പോൾ നമ്മൾ 2 ഇയറിംഗും ചെയ്തിട്ടുണ്ട്.
അപ്പം നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ബാക്കിൽ പിന്നെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്